അസ്സലാമലൈക്കും. ഹായ് ഓൾ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അനുഭവ കഥ പറയാനായിട്ടാണ്. ഞാൻ +1 പഠിക്കുന്ന സമയം, അന്ന് ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട്, അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് എൻഗേജ്ഡ് ആകുന്ന സമയം. അപ്പം സ്കൂളിൽ കലോത്സവം വരികയാണ്. അപ്പം ഞാൻ എല്ലാത്തിനും പങ്കെടുക്കും കേട്ടോ, കഴിവില്ലെങ്കിലും. ഓക്കെ. അപ്പോൾ അന്ന് എനിക്കിഷ്ടമുള്ള എൻ്റെ മലയാള അധ്യാപിക വന്നിട്ട് പറഞ്ഞു, ക്ലാസ്സിൽ നിന്ന് ആരുമില്ല, പദ്യപാരായണത്തിന് ബി പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ടീച്ചറെ. അപ്പം ടീച്ചർ എനിക്കൊരു കാസറ്റ് തന്നു, പദ്യപാരായണത്തിൻ്റെ 12 മക്കളെ പറ്റൊരമ്മേ. സോ അതിൻ്റെ ഓഡിയോ കാസറ്റ്. അപ്പോൾ എന്നിട്ട് ഞാനത് വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് ഇങ്ങനെ പാടും. ഉറക്കം പോലും ഇല്ല എന്ന് പറയാം. ഒരാഴ്ച ഇങ്ങനെ പാടി നടന്ന് കാണാതെ പഠിച്ചിട്ട് അയൽപക്കക്കാർക്കൊന്നും ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. വീട്ടുകാരെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ പരിപാടിയുടെ ദിവസം അപ്പോൾ 20 പേരോളം ഉണ്ട് കേട്ടോ ഓഡിയൻസ്. അപ്പോൾ എൻ്റെ ഊഴത്തി ഞാൻ ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്ക് 10 മിനിറ്റാണല്ലോ, 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ബെല്ലടിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. സോ ഞാൻ എന്താ പറയുക, ഉത്തരത്തിൻ്റെ മുകളിലോട്ട് നോക്കിയിട്ടാണ് പാടുന്നത്, ആരും മൈൻഡ് ആക്കാതെ. അപ്പോൾ എനിക്ക് വാശിയായിരുന്നു അത് പാടി തീർക്കണമെന്ന്. കാരണം ഒരാഴ്ച ഞാൻ അതിൻ്റെ പുറകെ പാടി നടന്നതാണ്. പ്രൈസൊന്നും കിട്ടണ്ട, എനിക്ക് കിട്ടിയില്ലേലും കുഴപ്പമില്ല, ആ ഒരു ഇതായിരുന്നു. പാടണം. പക്ഷേ അങ്ങനെ പാടിക്കഴിഞ്ഞതും ഞാൻ നേരെ നോക്കിയപ്പോൾ ആരുമില്ല, 2 പേര് മാത്രം. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം. നമുക്കിപ്പോൾ എല്ലാവർക്കും കഴിവില്ലാത്ത ആരുമില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കഴിവ് നമുക്കുണ്ടാവും. പലതും അത് സ്റ്റേജ് ഫിയർ കൊണ്ട്, കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാവാം നമ്മളത് പുറത്തെടുക്കാത്തത്. അപ്പോൾ ഈ സ്റ്റേജ് ഫിയർ മാറ്റി കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ട് നമ്മൾ മാക്സിമം പരിപാടികളിലും ഈവൻറ്റിലൊക്കെ പങ്കെടുത്ത് വരിക. പിന്നെ നമ്മുടെ കഴിവ് ഏതാ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ കമൻസിലൂടെ. അപ്പം ഇതുപോലുള്ള വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു.